ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് യഥാർത്ഥത്തിൽ നടന്നൊരു സംഭവത്തെ ആസ്പദമാക്കി എടുത്ത മൂവിയാണ്. ഒരമ്മ തന്റെ 2 പെൺമക്കളെയും സീരിയൽ കില്ലേഴ്സ് ആക്കി മാറ്റുന്നു. 50ഓളം കുട്ടികളെ കിഡ്നാപ്പ് ചെയ്യുകയും കൊല്ലുകയൊക്കെ ചെയ്തൊരു കുടുംബം. ഈ ഒരു മൂവി കാണുമ്പോൾ ഇതെല്ലാം യഥാർത്ഥത്തിൽ നമ്മുടെ ഇന്ത്യയിൽ നടന്നതാണെന്ന് ആലോചിക്കുമ്പോഴാണ് നമ്മളെ കൂടുതൽ ടെൻഷൻ ആക്കുന്നത്. മൂവിയുടെ ക്ലൈമാക്സ് ശരിക്കും നിങ്ങളെ ഞെട്ടിക്കും. കഥയുടെ തുടക്കത്തിൽ തന്നെ ജയിലില് തൂക്കുകയർ കാത്തുകിടക്കുന്ന രേഖ എന്നൊരു പെൺകുട്ടിയെ കാണാൻ വേണ്ടിയിട്ട് നിഗത് എന്നും ഗുണദീപ് എന്നും പറയുന്ന 2 പേർ വരുന്നതാണ്. ഗവൺമെന്റ് അപ്രൂവൽ ആയിട്ടുള്ള ഒരു ഡോക്യുമെന്ററി ചെയ്യാനായിരുന്നു അവർ പെർമിഷനോട് കൂടി ജയിലിലെത്തിയത്. നിഗത് രേഖയോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ 5 കുട്ടികളെ കൊന്നില്ലേ, നിങ്ങൾക്ക് തൂക്കുകയർ കിട്ടിയില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ എല്ലാത്തിനും എന്നായിരുന്നു രേഖയുടെ മറുപടി. എന്തു ചോദിച്ചാലും ആന്ന് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കാതെ നിങ്ങൾക്ക് വാതുറന്നെന്തെങ്കിലും പറഞ്ഞുകൂടെ എന്ന് ദേഷ്യത്തിൽ അവൾ ചോദിക്കുന്നു. അപ്പോഴേക്കും രേഖ അവളോട് ചൂടാകാൻ തുടങ്ങി. എന്നോട് മര്യാദയ്ക്ക് ബഹുമാനത്തോടുകൂടി സംസാരിക്കണം, അല്ലാതെ നിനക്കൊക്കെ തോന്നുന്ന പോലെ എന്റെ അടുത്ത് സംസാരിക്കാൻ പാടില്ല. എന്നാ പിന്നെ നിനക്ക് ഇഷ്ടമുള്ള പോലെ നിന്റെ കഥ പറയുമ്പോൾ രേഖ കഥ പറയാൻ ആരംഭിച്ചു. രേഖയ്ക്ക് 5-6 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. അവളുടെ അമ്മ പ്രൊജക്റ്റയാകട്ടെ ഡ്രഗ്സ് യൂസ് ചെയ്യുമായിരുന്നു. അതിനു വേണ്ടിയിട്ട് കാശുണ്ടാക്കാൻ അവരാകട്ടെ സ്വന്തം ശരീരം പോലും വിറ്റു. ദിവസവും ഒരുപാട് പുരുഷന്മാരെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരും. അവര് കൊടുക്കുന്ന കാശ് ഉപയോഗിച്ചിട്ട് ഇവർ ഡ്രഗ്സ് വാങ്ങും. ആ സ്ത്രീ ഉപയോഗിക്കും, വരുന്ന പുരുഷന്മാർ ഉപയോഗിക്കും. രേഖയ്ക്ക് കഴിക്കാൻ പോലും അവർ ഉണ്ടാക്കി കൊടുത്തിരുന്നില്ല. അവൾ എനിക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് കരയാൻ തുടങ്ങി. വീട്ടിലെ പാത്രങ്ങളെല്ലാം തുറന്നിട്ട് എന്തെങ്കിലും കഴിക്കാനുണ്ടോ എന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ബഹളം കേട്ട് ദേഷ്യം വന്ന പ്രജക്ത അവളുടെ കയ്യിലേക്ക് കാശെടുത്ത് കൊടുത്തിട്ട് പോയി റൈസ് വാങ്ങാൻ പറയുന്നുണ്ട്. അതും കറിയൊന്നുമില്ലാതെ വെറും റൈസ് കൊണ്ടുവച്ച് അവൾ കഴിക്കുന്നു. യഥാർത്ഥത്തിൽ ഈ ഇന്റർവ്യൂ എടുക്കാൻ ഇവര് വരുന്നതിന് മുൻപ് തന്നെ പ്രജക്ത മരിച്ചിരുന്നു. ഇതേ ജയിലിൽ തന്നെയായിരുന്നു പ്രജക്തയും രേഖയും ശിഖയും ഉണ്ടായിരുന്നത്. രേഖയുടെ അനിയത്തിയാണ് ശിഖ. അന്നത്തേക്ക് അവർക്ക് കൊടുത്ത സമയം തീർന്നതുകൊണ്ട് നിഗതും ഗുണദീപും അവിടെ നിന്നും പോയി. രേഖയുടെ ഹാലൂസിനേഷനിൽ ഇടയ്ക്കിടയ്ക്ക് അവളുടെ അമ്മ വരും. എന്നിട്ട് അവളെ പേടിപ്പിക്കുന്ന പോലെ സംസാരിക്കും. നമ്മളുടെ സത്യങ്ങളൊന്നും ആരോടും തുറന്നു പറയാൻ പാടില്ല. ഇയാണ് യഥാർത്ഥത്തിൽ ഇവരെന്താണ് ചെയ്തുകൊണ്ടിരുന്നതെന്ന് കാണിക്കുന്നത്. പ്രൊജക്ടർ റോഡ് സൈഡിൽ പോയി നിന്നിട്ട് അതുവഴി പോകുന്ന ഡ്രൈവേഴ്സിനെ എല്ലാം തന്നെ വശീകരിച്ച് തന്റെ വീട്ടിലേക്ക് കൊണ്ടുവരും. സ്വന്തം ശരീരം അവർക്ക് കൊടുത്തിട്ട് ഡ്രഗ്സ് ഒക്കെ അടിച്ചിട്ട് അവിടെ അങ്ങനെ മയങ്ങിക്കിടക്കും. ആ വന്ന കസ്റ്റമേഴ്സ് മയങ്ങിന്ന് മനസ്സിലാകുമ്പോൾ അവരുടെ കയ്യിൽ നിന്നും സ്വർണവും പണവും എല്ലാം മോഷ്ടിക്കും. എന്നിട്ട് ചിലരെ തലക്കടിച്ചു കൊല്ലും. അതിൽ നിന്ന് രക്തം നമ്മുടെ രേഖ കഴിക്കുന്ന ആഹാരത്തിൽ പോലും വീഴാറുണ്ട്. അവൾ അതൊക്കെ അങ്ങനെ പെറുക്കി മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളത് കഴിക്കും. എന്നിട്ട് ആ ബോഡി ഡിസ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചാക്കിൽ കെട്ടി അടുത്തുള്ള വെള്ളക്കെട്ടിൽ കൊണ്ട് കളയുകയും ചെയ്യും. അടുത്തതായി അവർ ഇന്റർവ്യൂ എടുക്കാൻ പോകുന്നത് ഈ കേസിനെ പറ്റിയുള്ള വിവരങ്ങൾ അറിയാവുന്ന ഒരു അഡ്വക്കേറ്റിന്റെ അടുത്തായിരുന്നു. അയാൾ പറയുന്നത് എങ്ങനെയാണ്, ഈ 3 സ്ത്രീകളും ചേർന്നിട്ട് പലയിടത്തും ഭിക്ഷ അയച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളെ എല്ലാം തന്നെ തട്ടിക്കൊണ്ടുപോകും. ബസ് സ്റ്റാൻഡിലും അമ്പലങ്ങളിലും ഒക്കെ ഇരിക്കുന്ന പാവം കുട്ടികളെ ഇവരുടെ അടുത്ത് ആഹാരം ചോദിച്ചായിരിക്കും അവർ വരുന്നത്. അങ്ങനെയുള്ള കുട്ടികളെല്ലാം തട്ടിക്കൊണ്ടുപോയ ശേഷം അവരെ ഭീഷണിപ്പെടുത്തി ഭിക്ഷ യാചിക്കാൻ വിടും. എന്നിട്ട് അവർ കൊണ്ടുവരുന്ന കാശാകട്ടെ ഇവർ ഉപയോഗിക്കുകയും ചെയ്യും. അവരുടെ ഇഷ്ടത്തിൽ നിൽക്കാത്ത കുട്ടികളെല്ലാം തന്നെ ക്രൂരമായി കൊന്നുകളയും. 1900 മുതൽ 1907 വരെ ഇവർ ഏകദേശം 50 കുട്ടികളെ കൊന്നിട്ടുണ്ട്. ഇവര് കൊന്നതിന്റെ കണക്ക് കോർട്ടിന് പോലും അറിയത്തില്ല. ഇവരുടെ കൊലകളുടെ എണ്ണവും കൊല ചെയ്യപ്പെട്ട സ്ഥലങ്ങളും. അടുത്തതായിട്ട് ഇവരാകട്ടെ ശിഖ താമസിച്ചിരുന്ന ആ ഒരു വീട്ടിലേക്കാണ് പോകുന്നത്. അവിടെ പാൻ മസാലയും മറ്റും വിറ്റിരുന്ന ഒരാളുടെ അടുത്ത് പോയിട്ട് ഇവരെ പറ്റി സംസാരിക്കുന്നു. അയാൾ പറയുന്നത് ആ മൂത്ത പെൺകുട്ടിയായ രേഖയെ കുറിച്ചായിരുന്നു. ആ പെണ്ണ് ആരോടും അധികം സംസാരിക്കാറില്ല. എന്നിട്ട് കഥ ഫ്ലാഷ് ബാക്കിലേക്ക് പോവുകയാണ്. 1989 അന്നാണ് ആ 3 സ്ത്രീകളും ഇവിടേക്ക് താമസം മാറി വരുന്നത്. വീട്ടിലുള്ള സ്ത്രീ വരെ ഇവരെ ഇങ്ങനെ എത്തി നോക്കി നിൽപ്പുണ്ടായിരുന്നു. പിന്നീട് അവർ ആ സ്ത്രീയുടെ വീട്ടിലും പോയി ഇന്റർവ്യൂ ചെയ്യുന്നുണ്ട്. ആ സ്ത്രീ ഇവരോട് പറയുന്നുണ്ട്, അന്ന് ഇവര് താമസത്തിനൊക്കെ വന്ന സമയത്ത് ഈ മൂത്ത പെണ്ണിന്റെ ബഹളം കേൾക്കാമായിരുന്നു. ആ അമ്മ എപ്പോഴും ഈ മൂത്ത പെൺകുട്ടിയെ ഉപദ്രവിച്ചുകൊണ്ടേയിരിക്കും. ഇളയ പെൺകുട്ടിയോട് ആ അമ്മയ്ക്ക് കുറച്ച് സ്നേഹം ഉണ്ടെന്ന് തോന്നുന്നു. എന്നാൽ മൂത്തവളെയാണ് ഏറ്റവും കൂടുതൽ എടുത്തിട്ട് അടിക്കുന്നത്. ആ ഇളയ പെൺകുട്ടി ശിഖയാകട്ടെ കുറച്ച് സൈലന്റ് ആയിരുന്നു. അവൾക്ക് പഠിക്കാനും എഴുതാനും വായിക്കാനും ഒക്കെ ഒരുപാട് ഇഷ്ടമാണ്. അവളാണ് ആ വീട്ടിൽ നിന്നും കുറച്ച് നാൾ ജോലിക്കെങ്കിലും പോയിരുന്ന ഒരു വ്യക്തി. ഒരു സ്റ്റേഷനറി ഷോപ്പിലാണ് അവൾ ജോലിക്ക് പോയത്. എന്നാൽ അവളുടെ അമ്മയാകട്ടെ അവിടെയും ചെന്നിട്ട് അവിടെ നിന്ന് അരി മോഷ്ടിക്കാൻ ശ്രമിച്ചു. അയാൾ കൈയോടെ പിടിക്കുകയും ശിഖയെ അവളുടെ അമ്മയെ അവിടെ നിന്ന് പുറത്താക്കുകയും ചെയ്തു. അതോടെ പിന്നെ ശിഖയ്ക്കും ജോലിക്ക് പോകാൻ പറ്റാതെയായി. ഈ പ്രജക്തയ്ക്കും ഫാമിലിക്കും ഇവിടെയുള്ള ആരുമായിട്ടും വലിയ കോണ്ടാക്ട് ഒന്നുമില്ല. അവർക്ക് ഇവിടെ സുഹൃത്തുക്കളുമില്ല. അടുത്തതായിട്ട് CBIയിലുള്ള ഒരാളുടെ അടുത്താണ് ഇവർ ഇന്റർവ്യൂ എടുക്കാൻ പോകുന്നത്. അയാൾ പറയുന്നുണ്ട്, ഇവരിങ്ങനെ ഈസി ആയിട്ട് ഇത്രയും കൊലകൾ ചെയ്യണമെങ്കിൽ അവർ വളർന്ന സാഹചര്യമായിരിക്കും അവരെ ഇതിന് കൂടുതൽ നയിക്കുന്നത്. കഥ വീണ്ടും ഫ്ലാഷ് ബാക്കിലേക്ക് പോകുന്നു. രേഖ തന്റെ ചെറുപ്പത്തില് വിശക്കുന്നു എന്ന് പറഞ്ഞിട്ട് അമ്മയോട് എപ്പോഴും കരഞ്ഞു സംസാരിക്കും. ഒന്നും മിണ്ടാതിരിക്കുന്നു പറഞ്ഞിട്ട് പ്രജക്ത അവളെ വഴക്ക് പറയും. അവള് വീണ്ടും തനിക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങി. ദേഷ്യം വന്ന പ്രജക്തയാകട്ടെ, എന്നാ പിന്നെ ഞാൻ നിന്നെ അങ്ങ് കൊന്നു കളഞ്ഞേക്കാന്ന് പറഞ്ഞിട്ട് അവളുടെ പിറകെ ഓടുകയാണ്. രേഖ പേടിച്ച് അവിടെ നിന്ന് പുറത്തേക്ക് ഓടി. നീ എന്നെ കുറച്ച് നേരമായിട്ട് വിശക്കുന്നു എന്ന് പറഞ്ഞ് ടോർച്ചർ ചെയ്തില്ലേ, ഇനി ടോർച്ചർ എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. രേഖയ്ക്ക് പൂച്ചകളെ വലിയ ഇഷ്ടമായിരുന്നു. അവൾ വളർത്തുന്ന ഒരു പൂച്ചക്കുട്ടിയെ എടുത്തിട്ട് അത് ക്രൂരമായിട്ട് അതിനെ ചുവരിലേക്ക് എടുത്തെറിഞ്ഞ് അടിച്ചു കൊല്ലുന്നു. അത് കണ്ട് സഹിക്കാൻ കഴിയാതെ പിന്നീട് രേഖ അവളോട് വിശക്കുന്നു പറഞ്ഞിട്ട് അധികം ബഹളം ഉണ്ടാക്കാൻ നിന്നിട്ടില്ല. പിന്നീട് കാണിക്കുന്നത് ഈ ഗുൺദീപിന് ഒരു കോള വരുന്നതാണ്. വിവരാവകാശ നിയമപ്രകാരം അവർ ഈ കേസിനെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് റിക്വസ്റ്റ് കൊടുത്തിരുന്നു. ആ പേപ്പേഴ്സ് എല്ലാം അവർക്കിപ്പോൾ കിട്ടിയിരിക്കുന്നു. അതിന്റെ സന്തോഷത്തിലായിരുന്നു അവൻ. മാത്രമല്ല നിഗതാകട്ടെ ഇപ്പോൾ മറ്റൊരു സ്ഥലത്താണ്. അവൾ ഗുൺദീപിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, ശിഖയെ ഇന്റർവ്യൂ ചെയ്യാനുള്ള പെർമിഷൻ നമുക്ക് കിട്ടി, മെയിൽ വന്ന് നീ ചെക്ക് ചെയ്തില്ലേ? എന്നാൽ ഗുൺദീപ് പറയുന്നു, എനിക്ക് ആ പേപ്പർ കളക്ട് ചെയ്യാൻ മറ്റൊരിടത്തേക്ക് പോകണം, അതുകൊണ്ട് ഞാനും കൂടെ വന്നിട്ട് നമുക്ക് ഒരുമിച്ച് ഇന്റർവ്യൂ എടുക്കാൻ പോയാൽ പോരെയെന്ന്. എന്നാൽ അതൊന്നും സാരമില്ല, ഞാൻ ഒറ്റയ്ക്ക് പോയിക്കാളാന്ന് പറഞ്ഞിട്ട് നിഗത് പോകുന്നു. കാരണം വിചാരണയ്ക്ക് വേണ്ടിയിട്ട്
ഷിഗയെ ഈ ജയിലിൽ നിന്നും മറ്റൊരിടത്തേക്ക് മാറ്റാനിരിക്കുകയാണ്. ഷിഗയെ ഇന്റർവ്യൂ എടുക്കാൻ വരുമ്പോൾ തന്നെ ഷിഗ നല്ല രീതിയിലാണ് അവളോട് സംസാരിക്കുന്നത്. ചേച്ചി രേഖയാകട്ടെ എന്തു ചോദിച്ചാലും ആന്ന് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കും. എന്നാൽ ഷിഗ പറയുന്നുണ്ട് അവള് ഉള്ളിലൊരു പാവമാണ്. നിങ്ങൾ ആദ്യമായിട്ട് മോഷ്ടിക്കാൻ തുടങ്ങിയത് എപ്പോഴാണെന്ന് ഷിഗയോട് ചോദിക്കുമ്പോൾ അവള് പറയുന്നുണ്ട് എനിക്ക് ഓർമ്മയില്ലാന്ന്. എന്റെ അച്ഛൻ എന്റെ അമ്മയെയും ചേച്ചിയെയും വീട്ടിൽ നിന്നും പുറത്താക്കി. അതിനുശേഷം ഞങ്ങൾ തെരുവിലായിരുന്നു. ആഹാരത്തിന് പോലും പിച്ചെടുക്കേണ്ട അവസ്ഥയായി. നീ ആഗ്രഹിക്കുന്നത് നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് ചോദിക്കാൻ പോലും നിൽക്കാതെ അവിടെ നിന്നും അടിച്ചു മാറ്റുന്നതാ നല്ലതെന്ന് അമ്മ പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ പിന്നീട് മോഷണം തുടങ്ങിയത്. ബസ് സ്റ്റോപ്പിലും ട്രെയിനിലും മറ്റുമൊക്കെ ആയിട്ട് ഇവരിങ്ങനെ മോഷണം തുടർന്നുകൊണ്ടേയിരുന്നു. ഒരാള് പോക്കറ്റ് അടിച്ചിട്ട് അത് മറ്റൊരാളുടെ കയ്യിൽ കൊടുക്കും. അവള് കൊണ്ടുപോയി അമ്മയുടെ കൊടുക്കും. അമ്മ അത് ഒളിപ്പിച്ചു വെക്കും. വാങ്ങാനെന്ന രീതിയിൽ പച്ചക്കറി കടയിൽ പോയിട്ട് അവിടെ നിന്ന് പോലും ഇവര് മോഷ്ടിക്കുമായിരുന്നു. ബസ് സ്റ്റാൻഡിൽ പോയിരിക്കുന്ന പ്രജക്ത തന്റെ അടുത്തിരിക്കുന്ന സ്ത്രീയെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കും. മൂത്തവള് വന്നിട്ട് ആ സ്ത്രീയുടെ കയ്യിൽ നിന്നും ബാഗ് എടുത്തുകൊണ്ടോടും. പ്രജക്ത കാല് നീട്ടിവെച്ച് അവരെ വീഴ്ത്തും. ആ സമയം കൊണ്ട് തന്നെ രേഖ ആ സ്ത്രീയുടെ ബാഗും കൊണ്ട് പോയിരിക്കും. ഇതെല്ലാം പക്ക പ്ലാനിങ്ങോട് കൂടിയാണ് അവർ ചെയ്തിരുന്നത്. അങ്ങനെ മോഷ്ടിച്ച കാശിന് അവർ സാധനങ്ങൾ വാങ്ങി ആഹാരം പാകം ചെയ്ത് കഴിക്കും. ചില സമയങ്ങളിലൊക്കെ എന്റെ ചേച്ചി രേഖ അവൾക്ക് സ്കൂളിൽ പോകണം പഠിക്കണമെന്നൊക്കെ അമ്മയോട് പറയാറുണ്ട്. ഇത് കേട്ട് അമ്മ അവളെ ഒരുപാട് തല്ലും. കുറച്ചു കഴിഞ്ഞ് അവള് മരിച്ചു പോകുന്നു പേടിച്ചിട്ട് അമ്മയെ മുറിയിൽ പൂട്ടിയിട്ടിട്ട് ഞാൻ അവളെ രക്ഷിക്കാറുണ്ട്. ആ ദിവസങ്ങളിൽ അമ്മ ഞങ്ങളെ രണ്ടുപേരെയും പട്ടിണിയിടും. എന്റെ ചേച്ചി പാവമാണ്. അവളായിട്ട് ചെയ്യുന്നതല്ല ഇതൊന്നും തന്നെ. അമ്മ അവളെ അങ്ങനെ ആക്കിയതാണ്. ഇവളിങ്ങനെ വിഷമത്തോടെ കഥ പറയുന്ന കേട്ടപ്പോൾ നിഗതിനും വല്ലാതെ വിഷമം തോന്നി. അവളുടെ കയ്യിൽ പിടിച്ചിട്ട് ആശ്വസിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഇന്റർവ്യൂ ഒക്കെ എടുത്തിട്ട് അവൾ തിരിച്ച് വീട്ടിലെത്തുമ്പോൾ ഗുഡ്ദീപ് അവിടെ ഉണ്ടായിരുന്നു. അനിയത്തി ഒരിക്കലും തൂക്കുകയറിന് വിധിക്കാൻ പാടില്ലായിരുന്നു. അവള് പാവമാണ്. അവളെ ആദ്യം കണ്ടപ്പോ തന്നെ നിനക്ക് അവള് പാവമാണെന്നങ്ങ് തോന്നിയോ? വെറുതെ ആവശ്യമില്ലാതെ അങ്ങനെ കണ്ണുടച്ച് വിശ്വസിക്കൊന്നും വേണ്ട. 3 സ്ത്രീകൾക്ക് ഓൾറെഡി തൂക്കുകയറ് വിധിച്ചതായിരുന്നല്ലോ. ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ ഇവരുടെ അമ്മ മരിച്ചുപോയത്. ഇനിയിപ്പോ ഈ 2 പെൺകുട്ടികളുണ്ട്. ഇളയവളെയെങ്കിലും എനിക്ക് എങ്ങനെയെങ്കിലും തൂക്കുകയറിൽ നിന്ന് രക്ഷിച്ചെടുക്കണം. അവള് തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്നാ എനിക്ക് തോന്നുന്നത്. പിറ്റേന്ന് വീണ്ടും രേഖയെ ഇന്റർവ്യൂ ചെയ്യാൻ പോകുന്നുണ്ട്. ഷിഗയെ ഇന്റർവ്യൂ ചെയ്ത കാര്യം പറയുമ്പോഴാകട്ടെ നിങ്ങളെന്തിനാ അവളുടെ അടുത്ത് പോയെന്ന് പറഞ്ഞ് ഇവൾ ദേഷ്യപ്പെടാൻ തുടങ്ങി. പിന്നീട് രേഖ വീണ്ടും കഥ പറയാൻ ആരംഭിച്ചു. അമ്മ സ്ഥിരമായിട്ട് ഇങ്ങനെ ആൾക്കാരെ വീട്ടിൽ കൊണ്ടുവരുമായിരുന്നല്ലോ. അങ്ങനെ ഒരു ദിവസം ഒരാളെ കൊണ്ടുവന്നിട്ട് അയാളുടെ കയ്യിൽ നിന്ന് ഒരു മോതിരം എടുക്കാൻ ശ്രമിച്ചു. പക്ഷെ കറക്റ്റ് സമയത്ത് അയാൾ ഉണർന്നു. അമ്മയെ അടിച്ച് താഴെയിട്ടു. എടുക്കാൻ ചെന്ന എന്റെ ശരീരത്തിലും അയാൾ എന്തൊക്കെയോ ഡ്രഗ്സ് കുത്തിവെച്ചു. ഞാൻ ജീവനോടെ തിരിച്ചു വന്നത് തന്നെ എന്തോ വലിയ ഭാഗ്യമാണ്. അതിനുശേഷം അമ്മയാകട്ടെ മിലിറ്ററിക്കാരന്റെ വീട്ടിൽ ജോലിക്ക് പോയി. ആദ്യമൊക്കെ പാർട്ട് ടൈം ആയിരുന്നു. പിന്നെ ജോലിയൊക്കെ എടുക്കുന്ന കണ്ടിട്ട് അയാൾ പറയുന്നുണ്ട് ഫുൾ ടൈം ജോലി ചെയ്തു കൊള്ളാൻ. കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ നിന്റെ സാധനങ്ങളും മകളെയെല്ലാം കൂട്ടി ഇവിടെ വന്ന് താമസിക്കാനും പറഞ്ഞു. പ്രജക്തിയുടെ മകളെ അയാൾ സ്വന്തം മകളെ പോലെ കാണാൻ തുടങ്ങി. കുറച്ചു കഴിഞ്ഞപ്പോൾ അയാൾ അവളെ വിവാഹം കഴിച്ചു. അവർക്ക് പിറന്ന കുഞ്ഞായിരുന്നു ഷിക. ഇതിൽ നിന്ന് മനസ്സിലാക്കാം ഷിഗയും രേഖയും ഒരമ്മയ്ക്ക് മാത്രം പിറന്ന പെൺകുട്ടികളാണ്. അവരുടെ 2 പേരുടെ അച്ഛന്മാര് വേറെ വേറെയാണ്. പിന്നീട് അമ്മയും അച്ഛനും ഞാനും സഹോദരിയും വളരെ സന്തോഷത്തോടെയാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. ധർമ്മേഷ് എന്നായിരുന്നു അയാളുടെ പേര്. പിന്നീട് കാണിക്കുന്നത് ധർമ്മേഷിന്റെ സീനിയറിന്റെ അടുത്ത് ഇവർ ഇന്റർവ്യൂ എടുക്കാൻ പോകുന്നതാണ്. അവനൊരു മന്ദബുദ്ധിയ അല്ലെങ്കിൽ വീട്ടിൽ ജോലിക്ക് വന്ന ആ സ്ത്രീ അവൻ വിവാഹം കഴിക്കൂ. അത് ഞങ്ങളുടെ എന്റെ ഡിപ്പാർട്ട്മെന്റിന് തന്നെ നാണക്കേടായിരുന്നു. അന്നേ ആ സ്ത്രീയിൽ എനിക്കെന്തോ സംശയം തോന്നിയിരുന്നതാ. പിന്നെ പോട്ടെന്ന് വിചാരിച്ച് ഞാൻ വിട്ടു. പക്ഷെ ഇതെല്ലാം തെളിഞ്ഞത് അന്ന് ആ പാർട്ടിയിൽ വെച്ചിട്ടാണ്. പാർട്ടിയിൽ എല്ലാവരും ഉള്ളപ്പോൾ തന്നെ പ്രജക്ത ചെറിയ സാധനങ്ങൾ മുതൽ വിലപിടിപ്പുള്ള സാധനങ്ങൾ വരെ മോഷ്ടിക്കാൻ തുടങ്ങി. അതൊരാൾ കാണുകയും നേരെ പോയി ധർമ്മേഷിന്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. ധർമ്മേഷിന് ഇത് കേട്ട് ദേഷ്യം വന്നു. എന്റെ വൈഫ് അങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് എല്ലാവരോടും അവിടുത്തെ പാട്ടെല്ലാം നിർത്താൻ പറഞ്ഞ് പ്രജക്തയെ വിളിച്ചിട്ട് അവളുടെ ബാഗ് ഒന്ന് കാണിക്കാൻ പറയുന്നു. നിങ്ങളിത് നോക്ക്, ഈ ബാഗിൽ ഒന്നും തന്നെ ഇല്ല എന്നും പറഞ്ഞ് അയാൾ താഴേക്ക് കൊടുഞ്ഞിട്ടതും അതിൽ നിന്ന് സ്പൂൺ ഉൾപ്പെടെ അവൾ മോഷ്ടിച്ച പല സാധനങ്ങളും വീഴുന്നു. അതുകൊണ്ട് ധർമ്മേഷ് വരെ ഞെട്ടിപ്പോയി. എല്ലാവരുടെ മുൻപിൽ അപമാനിതയായ ദുഃഖത്തില് പ്രജക്ത അവിടെ നിന്ന് ഓടി. സംഭവത്തോടെ അയാൾ മനസ്സിലാക്കി അവളെ വീട്ടിൽ കയറ്റാൻ പോലും കൊള്ളില്ലാന്ന്. അവളെയും 2 കുട്ടികളെയും അയാൾ വീട്ടിൽ നിന്നും അടിച്ചു പുറത്താക്കി. നിങ്ങളൊക്കെ എങ്ങനെയാണോ ഇത്രയും കാലം ജീവിച്ചത് അങ്ങനെ തന്നെ ജീവിക്കുന്നതാ നല്ലത്. ഇന്റർവ്യൂവിനിടെ ശിഖ പറയുന്നുണ്ട് അച്ഛൻ നല്ല മനുഷ്യനായിരുന്നു. എന്റെ അമ്മ അയാളെ ഒട്ടും തന്നെ ഡിസേർവ് ചെയ്യുന്നില്ല. ഞങ്ങൾ 3 പേരും ജയിലിലായി 2-3 വർഷം കഴിഞ്ഞപ്പോഴേക്കും അമ്മ മരിച്ചു. അച്ഛനും നേരത്തെ തന്നെ മരിച്ചിരുന്നു. ഇപ്പൊ എനിക്ക് അമ്മയുമില്ല അച്ഛനുമില്ല. ഞങ്ങൾ 2 പേരും മാത്രമേ ഉള്ളൂ. അന്ന് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോഴാകട്ടെ അവളുടെ അമ്മ അടുത്ത് വരുന്ന പോലെയും കാല് മസാജ് ചെയ്യാൻ പറയുന്ന പോലെയൊക്കെ അവൾക്ക് തോന്നുന്നു. അവളാകട്ടെ അവരുടെ കാല് മസാജ് ചെയ്യുകയാണ്. എന്നാൽ ആ പോലീസുകാർ വന്ന് നോക്കുമ്പോൾ അവള് വെറുതെ കട്ടിലാണ് ഇങ്ങനെ അമിക്കൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാകുന്നു. നീ എന്തോ ഈ കാണിക്കുന്നത്, പോയി കിടന്ന് ഉറങ്ങുന്നു പറഞ്ഞിട്ട് അവളെ വഴക്ക് പറയുന്നു. ഇതിൽ നിന്നും ഷിഗയ്ക്ക് എന്തൊക്കെയോ മാനസിക പ്രശ്നങ്ങളുണ്ടെന്ന് മനസ്സിലാക്കാം. വീണ്ടും ഫ്ലാഷ് ബാക്കിൽ ഒരു കാര്യം കാണിക്കുന്നുണ്ട്. അവളുടെ അടുത്ത് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു കൊച്ചു പെൺകുട്ടി വന്നിട്ട് അവളോട് ആഹാരത്തിന് വേണ്ടിയിട്ട് കാശ് ചോദിക്കുന്നു. കുറച്ചുനേരം ആ പെൺകുട്ടിയെ കെട്ടിപ്പിടിച്ചിരുന്ന ശേഷം റോഡിലേക്ക് ഒറ്റ തള്ള്. പിറ്റേന്ന് ഷിഗ അവരോട് പറയുന്നുണ്ട് ഒരിക്കലാകട്ടെ ഞങ്ങൾ 3 ദിവസത്തോളം പട്ടിണി കിടന്നു. ഇവിടെ നിന്നും ഒന്നും കഴിക്കാൻ കിട്ടിയില്ല. മോഷണ ശ്രമത്തിനിടെ അമ്മയെ പിടിക്കുകയും ചെയ്തു. ഒരുപാട് പേർ ചേർന്ന് അമ്മയെ ഒരുപാട് തല്ലി. 4ാമത്തെ ദിവസം എത്തി. വിശക്കുന്നു എന്ന് പറഞ്ഞ് അമ്മയെ നോക്കി ഞങ്ങൾ കരയാൻ തുടങ്ങി. അമ്മ ആകെ ദേഷ്യത്തിലായിരുന്നു. ആ സമയത്ത് ഒരു കൊച്ചു പെൺകുട്ടി അമ്മയുടെ അടുത്തേക്ക് വന്നിട്ട് വിശക്കുന്നു ആന്റി എന്തെങ്കിലും തരുമോ എന്ന് ചോദിച്ചു. ദേഷ്യം വന്ന അമ്മയാകട്ടെ ആ പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ട് ആരുമില്ലാത്തൊരു സ്ഥലത്തേക്ക് പോയി. ഞങ്ങളും കൂടെ പോയി. എന്നിട്ട് അമ്മയാകട്ടെ ആ പെൺകുട്ടിയെ ക്രൂരമായി കൊന്നു. എന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു ഇനി നിങ്ങൾ വിശക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ അവസ്ഥ ഇത് തന്നെയായിരിക്കുമെന്ന്. അന്ന് ഞാൻ എന്റെ അമ്മയോട് വിശക്കുന്നു എന്ന്
പറയാതിരുന്നെങ്കിൽ ആ കുട്ടി ഇന്ന് ജീവനോടെ ഇരുന്നേനെ. അങ്ങനെ അവൾ ഒരുപാട് വിഷമത്തോടെ സംസാരിക്കുകയാണ്. അന്നത്തെ ഇന്റർവ്യൂ കഴിഞ്ഞ് ഇവർ വീട്ടിലേക്ക് പോയി. തിരിച്ചു പോകുന്ന വഴി ഈ പെൺകുട്ടിക്ക് തൂക്കുകയറ് കൊടുക്കുന്നത് ശരിയാണോ എന്ന് അവൾ ചോദിക്കുന്നുണ്ട്. എന്നാൽ അവൻ പറയുന്നുണ്ട് 25-ന് മേലെ FIR ഈ പെൺകുട്ടിയുടെ മേലുണ്ട്, അവൾക്ക് എന്തായാലും ശിക്ഷ കിട്ടും. ഇവർ ഇനി അടുത്തതായിട്ട് പോകുന്നത് ഒരു പോലീസ് സ്റ്റേഷനിലേക്കാണ്. ഇവർക്ക് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് പ്രകാരം കിട്ടാത്ത ഒരു മെയിൻ ഫയൽ ഉണ്ടായിരുന്നു. അത് ചോദിച്ചാണ് ഇവർ ഈ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നത്. കുറെ റിക്വസ്റ്റ് ചെയ്ത ശേഷം അയാൾ ദേഷ്യത്തോടെ അതെടുത്ത് മുന്നിലേക്ക് ഇടുന്നു. അതെടുത്ത് വായിച്ചു നോക്കുമ്പോഴാണ് അതിലൊരു കാര്യം ഇവർ ശ്രദ്ധിക്കുന്നത്. അതായത് ഇവരുടെ ഈ അമ്മ പ്രജക്തയില്ലേ, അവര് വന്ന് ഈ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. തന്റെ മകളെ ഒരാൾ റേപ്പ് ചെയ്തു എന്ന് പറഞ്ഞിട്ട്. ഏത് മകളെയാണെന്നൊന്നും അതിൽ വ്യക്തമായിട്ട് പറയുന്നില്ല. എന്നാൽ അതിന്റെ പേരിൽ ഈ പോലീസുകാർ ഒരു കേസും എടുത്തിട്ടുണ്ടായിരുന്നില്ല. വേറൊരു ഫയലിലും അങ്ങനൊരു കാര്യം പോലും മെൻഷൻ ചെയ്തിട്ടില്ല. അതെന്താ നിങ്ങൾ ഇതൊന്നും കാര്യമായിട്ട് എടുക്കാഞ്ഞെന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട് അവർ ഓൾറെഡി അങ്ങനത്തെ ആൾക്കാരാണ്, പിന്നെ എന്തിനാ ഇതിന്റെയൊക്കെ പിറകെ അന്വേഷിച്ചു പോകുന്നത്. അടുത്തതായിട്ട് അവർ വീണ്ടും രേഖയുടെ അടുത്ത് വന്നിട്ട് ഈ ഒരു സംഭവത്തെ പറ്റി ചോദിക്കുന്നു. അന്ന് ശരിക്കും നിങ്ങളിൽ ആരാണ് റേപ്പിന് ഇരയായതെന്ന്. എന്നാൽ രേഖ അതിനൊന്നും തന്നെ മറുപടി പറയുന്നില്ല. നിഖത്തിന്റെ കാതിൽ കിടന്ന കമ്മൽ നോക്കിയിട്ട് അവൾ പറയുന്നുണ്ട്, ഒരിക്കൽ അമ്മ എനിക്കും 2 കമ്മൽ കൊണ്ടുവന്നിരുന്നു. പക്ഷെ അതെന്റെ കയ്യിൽ തരുന്നതിന് മുമ്പ് അമ്മ പറഞ്ഞു അമ്മ പറയുന്നൊരു കാര്യം ചെയ്യണമെന്ന്. വിനീത് എന്ന് പറയുന്ന ഒരാളെ കൊല്ലണം. ശരിക്കും അതൊരു കൊച്ചു കുട്ടിയായിരുന്നു. അതായത് ഈ പ്രജക്തയുടെ നേരത്തെ ഉപേക്ഷിച്ചിട്ട് പോയ ആ ഭർത്താവ് പട്ടാളക്കാരനായ ആ ധർമ്മേഷ് ദേശ്പാണ്ഡെ വീണ്ടും വിവാഹം കഴിച്ചിരുന്നു. അയാൾക്ക് ഒരു മകനും ഉണ്ടായി. അവന്റെ പേര് വിനീത് എന്നാണ്. അവനെ കൊല്ലണം നീ. പിന്നീട് ഇവര് ധർമ്മേഷ് പാണ്ഡെയുടെ ഒരു ബന്ധുവിനെ വിളിച്ചിട്ട് ഇന്റർവ്യൂ ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് ആ കുട്ടിയെ പറ്റിയുള്ള കാര്യങ്ങൾ അറിയുന്നത്. വിനീതിന് ഓൾറെഡി കുറച്ച് മെന്റൽ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരുന്നു. കഥ വീണ്ടും ഫ്ലാഷ് ബാക്കിലേക്ക് കാണിക്കുന്നു. 1992 ധർമ്മേഷ് ദേശ്പാണ്ഡെ കാണാൻ വേണ്ടിയിട്ട് പ്രജക്തയും അവളുടെ 2 മക്കളും വരുന്നു. ധർമ്മേഷിന്റെ കാലിൽ വീണ് എല്ലാത്തിനും മാപ്പ് പറയുന്നു. ഷിഗയെ കാണിച്ചുകൊണ്ട് പറയുന്നുണ്ട് നിങ്ങളുടെ മകളാണിത്, അവൾ ഇപ്പോൾ വളർന്നിരിക്കുന്നുവെന്ന്. അവിടെ ചെല്ലുമ്പോഴാണ് ഇയാൾ വേറെ വിവാഹം കഴിച്ചുവെന്നും ഒരു മകനുണ്ടെന്നും ഒക്കെ അറിയുന്നത്. അതോടെ ഇവരാകെ ടെൻഷനിലായി. പിന്നീട് അവിടെ അടുത്തായിട്ട് ഒരു വീട് വാടകയ്ക്ക് എടുത്ത് അവിടെ താമസവും തുടങ്ങി. ഈ പ്രജക്തയുടെ ഒരു മോൾക്കാകട്ടെ വിനീതിനെ വലിയ കാര്യമായിരുന്നു, മറ്റവൾക്കാകട്ടെ വിനീതിനോട് വലിയ അസൂയമായിരുന്നു. ശിഖ പറയുന്നുണ്ട് ഒരു ദിവസം ചേച്ചി രേഖ എന്നോട് വന്ന് പറഞ്ഞു അമ്മ എപ്പോഴും അവളെ ഇങ്ങനെ ടോർച്ചർ ചെയ്യുമെന്ന്. ആ വിനീതിനെ കൊല്ലണം എന്ന് പറഞ്ഞിട്ട് ഒരാളെ കൊല്ലണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അധികം ടൈം ഒന്നും വേസ്റ്റ് ആക്കരുത്, നല്ല പോലെ ചിരിച്ച് സംസാരിച്ച് ഒറ്റയടിയിൽ കൊല്ലണം. ദേഷ്യം വന്ന് നിക്കുതാകട്ടെ ചോദിക്കുന്നുണ്ട് ഇതുപോലെയാണ് ആ വിനീത് എന്ന പയ്യനെ നീ കൊന്നതെന്ന്. മര്യാദയ്ക്ക് സംസാരിക്കടി, നീ എന്നോട് ബഹുമാനം തീരെ കാണിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് രേഖ വഴക്ക് പറയാൻ തുടങ്ങി. പ്രജക്തയുടെ 2 മക്കൾ ഒരാൾ റേപ്പിനിരയായി എന്ന് പറഞ്ഞിരുന്നല്ലോ, അത് ആരാണെന്ന് ചോദിക്കുമ്പോൾ ശിഖ പറയുന്നുണ്ട് അത് ഞാനാണെന്ന്. ആ പാൻകടക്കാരനായിരുന്നു അവളെ ഉപദ്രവിച്ചതിന്റെ പിന്നില്. അങ്ങനെ ഇവരുടെ ഇന്റർവ്യൂ എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഗുൺദീപ് പറയുന്നുണ്ട് എനിക്ക് തോന്നുന്നു നീ പറയുന്നത് ശരിയാണെന്ന്. ഈ പെൺകുട്ടി പാവമാണ്, അവളുടെ ജീവിതമാണ് അവളെ ഇങ്ങനെ കൊണ്ടെത്തിച്ചത്, അവളുടെ അമ്മയാണ് എല്ലാത്തിനും കാരണം. ഇനി നമുക്ക് അവളെ എങ്ങനെയെങ്കിലും തൂക്കുകയറിൽ നിന്ന് രക്ഷിച്ചെടുക്കാൻ ശ്രമിക്കാമെന്നായിരുന്നു ഇവരുടെ സംസാരം. അതേസമയം ഇവിടെ ജയിലിൽ കിടന്നിരുന്ന ശിഖയാകട്ടെ ആ പോലീസുകാരിയോട് കെഞ്ചി പറഞ്ഞ് രേഖയോട് സംസാരിക്കാനുള്ള ഒരു വഴിയുണ്ടാക്കി. 2 പേരും ഇപ്പോൾ 2 ജയിലിലാണുള്ളത്. ഈ പോലീസുകാരുടെ സഹായത്തോടു കൂടി അവർ 2 പേരും ഫോണിലൂടെ സംസാരിക്കുന്നു. ചേച്ചിയോട് ശിഖ പറയുന്നുണ്ട് ചേച്ചി ഇന്നലെ എന്റെ സ്വപ്നത്തില് അമ്മ വന്നിരുന്നു, ഒരു സത്യങ്ങളും ആരോടും പറയരുതെന്ന അമ്മ പറഞ്ഞത്. പക്ഷെ ഞാൻ ഇന്റർവ്യൂ എടുക്കാമെന്ന് അവരോട് എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞു. നീയും സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞേക്ക്. 2-3 ദിവസത്തിനകം വെച്ചിട്ട് നമ്മുടെ ഹിയറിംഗ് ആണ്, അതിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഇളവ് കിട്ടിയാലോ, അതുകൊണ്ട് എല്ലാ സത്യങ്ങളും തുറന്നു പറ. കേട്ടതും രേഖ ആകെ പേടിക്കാൻ തുടങ്ങി. കാരണം അമ്മ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ സത്യങ്ങൾ ആരോടും തുറന്നു പറയാൻ പാടില്ലെന്ന്. അമ്മ തന്റെ ബാക്കിൽ വന്നു നിന്നിട്ട് അവളെ അടിക്കുന്ന പോലെയൊക്കെ അവൾക്ക് തോന്നുന്നു. അതേസമയം ഇവിടെ കുറച്ചു നേരത്തിന് ശേഷം ശിഖയെ മുകളിൽ നിന്നും ആരോ തള്ളിയിടുന്നതായിട്ടാണ് കാണിക്കുന്നത്. അവൾ താഴേക്ക് വീണ് അവളുടെ തല പൊട്ടി ചോര വരാൻ തുടങ്ങി. ആ പോലീസുകാര് അവളെ പിടിച്ചുകൊണ്ടുവന്ന് വീണ്ടും ജയിലിലേക്ക് ഇടുന്നു. അവളുടെ തലയിൽ കുറച്ച് പരുക്കൾ പറ്റിയിട്ടുണ്ടായിരുന്നു. അവൾ കെഞ്ചുന്നുണ്ട് എനിക്ക് ആ ഫോൺ ഒന്നുകൂടി വേണം, ആ ഇന്റർവ്യൂ എടുക്കുന്ന സ്ത്രീയെ വിളിക്കാനായിരുന്നു. അവളാകട്ടെ നിക്കത്തിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട് എന്നെ ആരോ മുകളിൽ നിന്നും തള്ളിയിട്ട് കൊല്ലാൻ ശ്രമിച്ചു, എനിക്ക് എന്റെ ചേച്ചിയോടൊന്ന് സംസാരിക്കണം, അതിനെന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കി തരാൻ. അങ്ങനെ നികത്ത് ഇടപെട്ട് മേലധികാരികളോടൊക്കെ സംസാരിച്ചിട്ട് ഇവർക്ക് 2 പേർക്കും 5 മിനിറ്റ് സംസാരിക്കാൻ ഒരു വഴി ഉണ്ടാക്കി കൊടുക്കുകയാണ്. അതേസമയം വീണ്ടും ഇന്റർവ്യൂ എടുക്കുന്നവരാകട്ടെ ഇവരുടെ വീടിനടുത്തുള്ള സ്ത്രീ എടുത്ത് വീണ്ടും ചോദ്യങ്ങൾ ചോദിക്കുന്നതാണ് കാണിക്കുന്നത്. ആ സ്ത്രീ കുറച്ച് കാര്യങ്ങൾ കൂടി പറയുന്നു. ഈ പ്രജക്തയുടെ വീട്ടിൽ നിന്ന് എപ്പോഴും എന്നും എന്തെങ്കിലും ബഹളങ്ങൾ കേട്ടുകൊണ്ടിരിക്കും. പക്ഷെ ഒരു ദിവസം അവരുടെ വീട്ടിൽ നിന്ന് ഒരു ബഹളവും കേട്ടില്ല, നിശബ്ദമായിരുന്നു. എനിക്ക് എന്തൊക്കെയോ സംശയം തോന്നിയിട്ട് ഞാൻ പോലീസിനെ വിവരം അറിയിച്ചു. അവിടെ എന്തോ നടക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നിയിരുന്നു. ആ സമയമാകട്ടെ അവിടെ വിനീത് ഉണ്ടായിരുന്നു. ഇവരുടെ വീട്ടിൽ കളിക്കാൻ വന്നതാണ്. ദേശ്പാണ്ഡെയുടെ വീടിനടുത്ത് താമസം തുടങ്ങിയ ശേഷം ഇവർ അവരുടെ വീട്ടിൽ പോകുന്നതും അവിടെ ഇരുന്ന് ആഹാരം കഴിക്കുന്നതും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് പതിവായിരുന്നു. വിനീതിന് 2 ചേച്ചിമാരെയും വളരെ ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഇവിടെ കളിക്കാനും വരുന്നത്. അന്ന് ഇളയ പെൺകുട്ടി ശിഖയാകട്ടെ കത്തിയെടുത്ത് അമ്മയുടെ കയ്യിൽ കൊടുക്കുന്നു. പിന്നീട് കാണിക്കുന്നത് വിനീത് മരിച്ചു കിടക്കുന്നതാണ്. പോലീസുകാർ വന്നപ്പോഴേക്കും തീമായി നിൽക്കുന്ന പ്രജക്തയും കാണുന്നു. ശിഖയാകട്ടെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. രേഖയോ അവിടെ നിന്നും രക്ഷപ്പെട്ട് ഓടാൻ ശ്രമിക്കുന്നു. പോലീസുകാർ എല്ലാവരെയും കൈയോടെ പിടിച്ചു. ഇങ്ങനെയാണ് ഇവർ പോലീസിന്റെ പിടിയിലായത്. പിന്നെ വിചാരണ നടക്കുമ്പോഴാണ് ഒരുപാട് കുട്ടികളെ കൊന്ന കാര്യം പുറത്തു വരുന്നത്. ഇവിടെ 5 നിമിഷം സംസാരിക്കാൻ വേണ്ടിയിട്ട് രേഖയ്ക്കും ശിഖയ്ക്കും അവസരം കൊടുക്കുന്നുണ്ട്. ഇവർ 2 പേരും ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നു. അന്ന് രാത്രിയിലിരുന്ന രേഖയ്ക്ക് തന്റെ ചുറ്റും കൊല ചെയ്യപ്പെട്ട കുട്ടികളുടെ കാൽപ്പാടുകൾ കാണുന്നു. ആ കുട്ടികളെല്ലാം എന്തൊക്കെയോ പിറുപിറുത്തുകൊണ്ട് അവളുടെ അടുത്തേക്ക് വരുന്ന പോലെ അവൾക്ക് തോന്നുന്നു. പിന്നീട് കാണിക്കുന്നത് അവളെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തുന്നതാണ്. പിന്നീട് കാണിക്കുന്നത് ഈ ഡോക്യുമെന്ററി എല്ലാം തന്നെ തിയേറ്ററിൽ പ്രദർശിപ്പിക്കുന്നതാണ്. അതിന്റെ അവസാനം ശിഖ ഇങ്ങനെ പറയുന്നു
പറയുന്നുണ്ട്, ഇങ്ങനൊരു അച്ഛന്റെയും ഇങ്ങനൊരു അമ്മയുടെയും മകളായിട്ട് ഞങ്ങൾ ജനിച്ചില്ലായിരുന്നുവെങ്കിൽ ഞങ്ങളും സാധാരണ ഒരു കുടുംബത്തിലെ നല്ല പെൺകുട്ടികളായിട്ട് വളർന്നേനെയെന്ന്. ആ സമയത്ത് അവളുടെ ചേച്ചിയുടെ മരണ വിവരം ഒരു പോലീസുകാരി വന്ന് അവളുടെ അടുത്ത് പറയുന്നു. അവളുടെ അവസാനത്തെ ആ എക്സ്പ്രഷനും കാണിച്ചുകൊണ്ടാണ് ആ ഡോക്യുമെന്ററി അവസാനിക്കുന്നത്. ഈ ഡോക്യുമെന്ററി എല്ലായിടത്തും വളരെയധികം ചർച്ചാ വിഷയമായി. കുറച്ച് ആൾക്കാര് ശിഖയ്ക്ക് തൂക്കുകയർ കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. ചിലർ എന്തിനാ അവളെ വെറുതെ വിടുന്നതെന്നും ചോദിക്കുന്നുണ്ട്. എന്താണെങ്കിലും ചർച്ചാ വിഷയമായത് നമുക്ക് നല്ലതാണെന്ന് നിഗതും ഗുൺദീപും പറയുന്നു. അതിനിടയ്ക്ക് ആ പഴയ പോലീസുകാരൻ നിഗതനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, നിങ്ങളന്ന് ഇവിടെ വന്ന് കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയില്ലേ, ഞങ്ങൾ ആ കേസ് നല്ലപോലെ അന്വേഷിച്ചില്ല എന്ന് പറഞ്ഞിട്ട്. എന്തായാലും ഞങ്ങളിപ്പോ കൂടുതൽ റിപ്പോർട്ടുകൾ അതിന്റെ കണ്ടെത്തിയിരിക്കുന്നു. റേപ്പിനിരയായ ചേച്ചിയുടെ കേസിന്റെ കാര്യങ്ങളെല്ലാം തന്നെ ഈ ഫയലിലുണ്ട്. അത് പറഞ്ഞതും നിഗത് ഞെട്ടി. സാർ എന്തൊക്കെയാ പറയുന്നത്? റേപ്പ് ചെയ്യപ്പെട്ടത് ശിഖയല്ലേ എന്ന്. എന്നാൽ അയാൾ പറയുന്നുണ്ട്, റേപ്പ് ചെയ്യപ്പെട്ടത് രേഖയാണ്, ഒരിക്കലും ശിഖയല്ല. ഇത് കേട്ടും നിഗത് ഷോക്കായി. ഇവിടെ കോടതിയിൽ വിചാരണ കഴിഞ്ഞിട്ട് പുറത്തോട്ടിറങ്ങി വന്ന ശിഖയുടെ അടുത്ത് ഒരുപാട് മീഡിയസ് വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ എനിക്ക് തൂക്കുകയറിൽ നിന്നും ഒരു മോചനം കിട്ടുമെന്ന് അവൾ എല്ലാവരോടും പറയുന്നു. രാഷ്ട്രപതിക്ക് ഒരു ലെറ്റർ എഴുതണമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. നിങ്ങൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. തന്റെ കണ്ടെത്തലുകളിൽ ഒരുപാട് തെറ്റുപറ്റിയെന്ന് മനസ്സിലായ നിഗതാകട്ടെ ആ അയൽക്കാരി സ്ത്രീയെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, വിനീതിനോട് ആർക്കായിരുന്നു കൂടുതൽ സ്നേഹമെന്ന്, ആർക്കായിരുന്നു അവനോട് അസൂയെന്ന്. ഇളയവളായ ശിഖക്കായിരുന്നു അവനോട് അസൂയ, മൂത്തവളായ രേഖ എപ്പോഴും അവന്റെ കൂടെ കളിക്കുമായിരുന്നു. അതോടെ ഇവർക്ക് മനസ്സിലായി ശിഖ പറഞ്ഞ കാര്യങ്ങളിൽ ഒരുപാട് കള്ളത്തരമുണ്ടെന്ന്. റേപ്പിനിരയായത് രേഖയാണ്, ശിഖയല്ല. വിനീതുമായിട്ട് സ്നേഹത്തിലിരുന്നതും രേഖയാണ്, ശിഖയല്ല. ഈ കുറെ ഫ്ലാഷ് ബാക്കുകൾ കാണിക്കുകയാണ്. അന്നൊരു കൊച്ചു പെൺകുട്ടിയെ കൊല്ലാൻ വേണ്ടിയിട്ട് ഇവർ പിടിച്ചുകൊണ്ടുപോയില്ലേ. പ്രജക്ത ശിഖയോടും രേഖയോടും പറയുന്നുണ്ട്, നിങ്ങൾ ഈ കൊച്ചിന്റെ കയ്യിൽ പിടിക്കാൻ, ഞാനിവളെ ഇപ്പോൾ കൊന്നു കാണിക്കാമെന്ന്. പക്ഷെ അന്ന് രേഖയാകട്ടെ ആ കുഞ്ഞിന്റെ കയ്യിൽ പിടിച്ചിട്ടുണ്ടായിരുന്നില്ല. ശിഖയാണ് ആ കുട്ടിയുടെ കയ്യിൽ പിടിച്ചത്, അമ്മയോട് കൊല്ലാൻ ആവശ്യപ്പെട്ടത്. ശിഖയ്ക്ക് ആ കൊല കാണാൻ അത്രയധികം ആഗ്രഹമുണ്ടായിരുന്നു. ഇതുപോലെ കുട്ടികളെല്ലാം പിച്ചെടുക്കാൻ വിട്ടിട്ട് അവരെ കൊണ്ട് കാശ് സമ്പാദിക്കാമെന്ന ഐഡിയ ഉണ്ടാക്കിയത് പോലും ശിഖയായിരുന്നു. തങ്ങളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ ശ്രമിക്കുന്നവരായ കുട്ടികളെല്ലാം തന്നെ പാലത്തിന്റെ അടിയിൽ വെച്ചിട്ട് അടിച്ചു കൊന്നതും ശിഖയാണ്. അന്ന് റേപ്പിനിരയായത് രേഖയായിരുന്നു. അതെല്ലാം തന്നെ ശിഖ നോക്കി കാണുന്നുണ്ടായിരുന്നു. അത് കണ്ടിട്ടാണ് ചേച്ചിക്ക് സംഭവിച്ചത് എനിക്കാണ് സംഭവിച്ചതെന്ന് കള്ളക്കഥ അവള് പറഞ്ഞത്. മാത്രമല്ല വിനീത് എന്ന് പറയുന്ന ആ കൊച്ചു പയ്യനെ കൊല്ലണമെന്നുള്ള ആഗ്രഹം അവളുടെ അമ്മ പ്രജക്തിന്റേതായിരുന്നില്ല, അവളുടെ ആഗ്രഹമായിരുന്നു അത്. അമ്മയെ ബ്രെയിൻ വാഷ് ചെയ്തിട്ട് അവൾ തന്നെയാണ് വിനീതിനെ കൊല്ലാൻ വേണ്ടി പ്രേരിപ്പിച്ചതും. എന്നാൽ അവസാനം കത്തി കയ്യിൽ കിട്ടിയിട്ട് പോലും പ്രജക്തിക്ക് ആ കൊച്ചിനെ കൊല്ലാൻ തോന്നിയില്ല. ആ സമയത്ത് അമ്മയുടെ കയ്യിൽ നിന്നും കത്തി വാങ്ങി വിനീതിനെ കൊന്നതും ശിഖയാണ്. പോലീസുകാർ വരുന്നുവെന്ന് കണ്ടതും ആ കത്തി അവൾ അമ്മയുടെ കയ്യിൽ തിരിച്ചു കൊടുക്കുകയും ചെയ്തു. ജയിലിൽ വെച്ചിട്ട് സംസാരിച്ചുകൊണ്ടിരുന്ന രണ്ട് സ്ത്രീകളുടെ കൂടെ ചുമ്മാ വഴക്കുണ്ടാക്കിയിട്ട് മുകളിൽ നിന്നും താഴേക്ക് ചാടിയതും ഇവളുടെ പ്ലാനിംഗ് ആയിരുന്നു. ഇവളെ ആരും തള്ളിയിട്ടതല്ല. പാവൻ രേഖ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. അവൾ എപ്പോഴും എവിടെയെങ്കിലും സൈലന്റ് ആയിട്ടിരുന്ന് കളിക്കുകയുള്ളൂ. സഹോദരിയായ ശിഖയായിരുന്നു ഇവിടെ വില്ലത്തി. ബുക്കുകളൊക്കെ ഒരുപാട് പഠിച്ച് വളരെയധികം പ്ലാനിങ്ങോടുകൂടി അവൾ എല്ലാവരുടെയും മുൻപിൽ നല്ലവളായി ചമഞ്ഞു നടന്നു. പക്ഷെ അവളുടെ ഉള്ളിൽ ഇതുപോലൊരു രാക്ഷസിയുള്ളത് ആരും അറിഞ്ഞില്ല. എന്തായാലും ഡോക്യുമെന്ററി എടുത്തവരെ പോലും അവൾ പറ്റിച്ചിരിക്കുന്നു. ശരിക്കും അവൾക്ക് ശിക്ഷയിൽ ഇളവ് കിട്ടിയോ ഇല്ലയോ എന്നൊന്നും തന്നെ ഈ മൂവിയിൽ കാണിക്കുന്നില്ല. അത് ഇവിടം കൊണ്ട് അവസാനിപ്പിച്ചിരിക്കുകയാണ്. പക്ഷേ ഈ ഒരു കഥാപാത്രങ്ങളെല്ലാം യഥാർത്ഥത്തിൽ നമുക്കിടയിൽ ഉള്ളവരായിരുന്നു. ഇനി അവരെ കുറിച്ച് നമുക്കൊന്ന് കാണാം. അഞ്ജന എന്നായിരുന്നു ഇവരുടെ അമ്മയുടെ പേര്. സീമാന്നും രേണുകാന്നുമാണ് യഥാർത്ഥത്തിൽ മക്കളുടെ പേര്. ജയിൽ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കെ തന്നെ അഞ്ജന മരിച്ചുപോയി. തങ്ങളുടെ തൂക്കുകയറെന്നുള്ള ശിക്ഷ കുറയ്ക്കണമെന്ന് പറഞ്ഞിട്ട് രാഷ്ട്രപതിക്ക് ഇവർ കത്തെഴുതിയിരുന്നു. എന്നാൽ അന്നത്തെ രാഷ്ട്രപതിയാകട്ടെ അത് റിജക്ട് ചെയ്യുകയും ചെയ്തു. പക്ഷെ അതിന് ഒരുപാട് സമയമെടുത്തിരുന്നു. അതിനു മുന്നേ ഇരുന്നവരും കുറെ സമയമെടുത്തിട്ട് അതെല്ലാം റിജക്ട് ചെയ്യുകയായിരുന്നു. അത് കാരണം ഈ കാലതാമസം എല്ലാം കാണിച്ചിട്ട് സുപ്രീം കോർട്ട് ഒരു വിധി കൊണ്ടുവരുന്നു. അവരുടെ വധശിക്ഷ ജീവപര്യന്തമാക്കി സുപ്രീം കോടതി മാറ്റി. ഇതുപോലെ യഥാർത്ഥത്തിൽ നടന്ന സംഭവങ്ങളെ പറ്റി ആസ്പദമാക്കി എടുത്ത കുറച്ച് ക്രൈം ത്രില്ലേഴ്സ് മൂവി അടുത്തതായിട്ട് നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് താഴെ കമന്റ് ചെയ്യുക. എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.